ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്നൊരു ഷവർമ ഉണ്ടാക്കിയാലോ. ഞാൻ ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഷവർമ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി എന്താവോ എന്തോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ മേടിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് പുറത്ത് വെക്കാം. നേരത്തെ ഞാൻ ചിക്കൻ നല്ല മുളകും ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി ഇടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനി കുറച്ച് തണുപ്പാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മുടിയൊക്കെ കിട്ടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കുംബർ മുറിക്കാം. ഓക്കെ, കുക്കുംബർ മുറിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറിയോ ഒരു ഡൗട്ടുണ്ട്. ബാക്കി അമ്മ വന്നാൽ മുറിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ അങ്ങ് ഒറ്റ മൈൻഡ് എടുത്ത് അങ്ങ് മുറിച്ച്. പിന്നെ അമ്മ സാധനം കൊണ്ട് വന്നു. അറ്റ് ലാസ്റ്റ് ഗൈസ്, അതിൻ്റെ ഷേപ്പ് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നു. നമുക്കിതിനെ ഇനി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയായാലും കട്ട് ചെയ്താൽ മതി. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്യാബേജ് അരിയേണ്ടത്. ക്യാബേജ് ഇങ്ങനെയൊക്കെയാണ് അരിയാന്നാണ് അമ്മ പറഞ്ഞത്. ക്യാബേജ് ഞാൻ ഇതുവരെയായിട്ട് അരിഞ്ഞില്ല. ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ക്യാബേജ് അരിയുന്നതായിട്ട് തോന്നിയത്. ഇങ്ങനെ കുത്തുമ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തെറിക്കുന്നത് കാണാം. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. ചൂടായി വന്ന പാനിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കന് സിം ഫ്ലെയിമിലിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മയനൈസ്. 2 മുട്ട, 3 വെളുത്തുള്ളി, കുറച്ച് ഓയിൽ. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാം. അയ്യോ, ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, ഞാൻ മറന്നേ. അതാ കുറച്ച് വാട്ടർ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, എന്നാലും അഡ്ജസ്റ്റബിൾ. വെള്ളത്തിലിട്ട ക്യാബേജിന് നമ്മളിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി അതിലേക്ക് ഇട്ടാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി നമ്മൾ ചിക്കനെ എല്ലില്ലാണ്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മാറ്റണം. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഫില്ലിങ്സിലേക്ക് കുറച്ച് മയനൈസ് അതേപോലെ തന്നെ സോസ് ആഡ് ചെയ്ത് വെച്ചാൽ ഫില്ലിങ്സ് സെറ്റായിട്ടോ. ഇനി മിക്സ് മിക്സ് മിക്സ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയ ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുബൂസ് എടുക്കുക. അതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നാൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടേനു, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മയനൈസും അതേപോലെ തന്നെ സോസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. നല്ലുണ്ട്. ഇനി നമുക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ അഭിപ്രായം കേൾക്കാട്ടോ. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.